നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, രണ്ട് കമ്പനികൾ തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നിയമപരമായ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമതായി, പാർട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. പൂർണ്ണമായ ലീഗൽ ആയിട്ടുള്ള പേരുകൾ, പിന്നെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അഡ്രസ്സുകൾ, പിന്നെ കോർപ്പറേറ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ CIN ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. പിന്നെ ഒരു കമ്പനിയുടെ പേരിൽ ഒരു കരാർ ഒപ്പിടുമ്പോൾ ഇതിൽ ഡയറക്ടർമാരല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് മാത്രമേ ഒപ്പിടാൻ കഴിയത്തുള്ളൂ. പിന്നെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സൈറ്റിൽ കയറിയിട്ട് കമ്പനിയുടെ ഡയറക്ടർ ഡീറ്റെയിൽസൊക്കെ പരിശോധിക്കുക. പിന്നെ ഹൈ വാല്യൂ കോൺട്രാക്ട്സ് ആണെങ്കിൽ, ഒത്തിരി ഉയർന്ന വാല്യൂ ഉള്ള കോൺട്രാക്റ്റുകളാണെങ്കിൽ ഒരു ബോർഡ് റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഉണ്ടാകത്തുള്ളൂ. പിന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനൊക്കെ പരിശോധിക്കുക. എന്നിട്ട് സൈനിങ് അതോറിറ്റി ആരാണെന്നുള്ള പരിശോധിക്കുക. പിന്നെ പവർ ഓഫ് അറ്റേണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആധികാരികത രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കുക. പിന്നെ കമ്പനിയുടെ CIN നമ്പർ, LLPIN നമ്പറെല്ലാം MCAയുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കുക. MCA സൈറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് മാസ്റ്റർ ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ്, കംപ്ലയൻസ് സ്റ്റാറ്റസ്, ഡയറക്ടേഴ്സ് ഇതൊക്കെ പരിശോധിക്കുക. പിന്നെ അവരുടെ GST നമ്പർ, പാൻ നമ്പർ, ഇതെല്ലാം ടാക്സ് വെബ്സൈറ്റിലും GST വെബ്സൈറ്റിലും എല്ലാം കയറി അത് പരിശോധിക്കുക. അത് പരിശോധന ചെയ്ത് ഉറപ്പുവരുത്തുക. പിന്നെ ഈ കോൺട്രാക്റ്റ് ലീഗലാണെന്നുള്ള ഉറപ്പുവരുത്തുക. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച്, ആർബിട്രേഷൻ കൺസിലിയേഷൻ ആക്ട് ഒക്കെ അനുസരിച്ച് ഈ ആക്ട് ലീഗലാണെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുക. ചില കോൺട്രാക്റ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത്തരം കോൺട്രാക്റ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുക. പിന്നെ ഫോറിൻ കമ്പനികളുമായിട്ടുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് FIMA റൂൾസ്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പിന്തുടർന്ന് അത് ശരിയായി പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ വെറ്റിംഗ് കൊണ്ട് തന്നെ, അതായത് ഡോട്ട് പേനയല്ല, വെറ്റിംഗ് ശരിയായ മഷി കൊണ്ട് തന്നെ ഹാർഡ് കോപ്പികൾ സൈൻ ചെയ്യുക. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് IT ആക്ട് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. കഴിയുമെങ്കിൽ നോട്ടറൈസ് ചെയ്യുക, അഫിഡവിറ്റ് എഴുതിയുണ്ടാക്കുകയൊക്കെ ചെയ്യുക. അത് ഒരു ആഡഡ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി മെഷറാണ്. പിന്നെ ഇവർക്ക് എന്തെങ്കിലും കേസുകളുണ്ടോ എന്നുള്ളത് കോടതിയുടെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കുക. പിന്നെ ഇൻസോൾവൻസി കേസുകളുണ്ടോ എന്തെങ്കിലും ഉണ്ടോ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ സൈറ്റിൽ കയറി പരിശോധിക്കുക. പിന്നെ ഇവരുടെ സിബിൽ സ്കോർ, ക്രെഡിറ്റ് റിപ്പോർട്ട്സൊക്കെ പരിശോധിക്കുക. സിബിൽ, ക്രൈസിൽ അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ പരിശോധിക്കുക.
പരിശോധിക്കുക. പിന്നെ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഇവർ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണെങ്കിൽ സെബിയുടെ ഏതെങ്കിലും ഡിബാർഡ് ലിസ്റ്റിലോ അല്ലെങ്കിൽ ED ഇൻവെസ്റ്റിഗേഷനൊക്കെ ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. പിന്നെ കമ്പനി സെക്രട്ടറി കൊണ്ടും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൊണ്ടും ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടൊക്കെ പരിശോധിക്കുക എന്നതാണ്. ഇതൊക്കെയാണ് ഈ കാര്യങ്ങളിൽ നിങ്ങളെടുക്കേണ്ട മുൻകരുതൽ.